ഷാൻചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? കാലില്ലാത്ത പന്തൽ. ഇതിൻ്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻചേച്ചി പറഞ്ഞുതരാട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇതളുകളിലുള്ളത് അടിമാലി പഴമ്പള്ളിച്ചാലിലുള്ള ഗവൺമെൻറ് LP സ്കൂളിലെ കുറച്ച് കൊച്ചു കൂട്ടുകാരാണ്. അവരുടെ പരിപാടികൾ കേൾക്കാം. ആദ്യമായി ലളിതഗാനം പാടുന്നത് അന്ന കാദ്രിൻ. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാര കുന്നിലെ കതിരു കാണാക്കിളി. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാര കുന്നിലെ കതിരു കാണാക്കിളി. ഇന്നെൻ്റെ മനസ്സിൻ്റെ മലർമുറ്റത്തെത്തി ഹിന്ദോളരാഗത്തിൽ പാടി പാടി ഹിന്ദോളരാഗത്തിൽ പാടി. ആ ആ താമ്പുരം നീട്ടിയ കുപ്പിവളക്കൈകളിൽ താമ്പുരം നീട്ടിയ കുപ്പിവളക്കൈകളിൽ ഞാനൊരു സമ്മാനം നൽകി. ഞാനൊരു സമ്മാനം നൽകി. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാര കുന്നിലെ കതിരു കാണാക്കിളി. ഇന്നെൻ്റെ മനസ്സിൻ്റെ മലർമുറ്റത്തെത്തി ഹിന്ദോളരാഗത്തിൽ പാടി പാടി ഹിന്ദോളരാഗത്തിൽ പാടി. ആ ആ ഈരക്കുഴലെടുത്തു ഞാൻ പാടി ഈശ്വരധ്യാന സംഗീതം. ഈരക്കുഴലെടുത്തു ഞാൻ പാടി ഈശ്വരധ്യാന സംഗീതം. അന്തിച്ചുവപ്പിൻ്റെ ചന്തം കലർന്നൊഴുകും അന്തിച്ചുവപ്പിൻ്റെ ചന്തം കലർന്നൊഴുകും സുന്ദര സായാഹ്ന സന്ധ്യയണഞ്ഞു. സുന്ദര സായാഹ്ന സന്ധ്യയണഞ്ഞു. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാര കുന്നിലെ കതിരു കാണാക്കിളി. ഇന്നെൻ്റെ മനസ്സിൻ്റെ മലർമുറ്റത്തെത്തി ഹിന്ദോളരാഗത്തിൽ പാടി പാടി ഹിന്ദോളരാഗത്തിൽ പാടി. ആ ആ പഴംപുളിച്ചാൽ ഗ്രാമത്തെക്കുറിച്ചുള്ള ലഘുവിവരണവുമായി ബിബിയ ബിബിൻ. എല്ലാവർക്കും നമസ്കാരം. പഴംപുളിച്ചാൽ എന്ന ഞങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ
ദേവികുളം താലൂക്കിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-2 വാർഡുകളിലായാണ് പഴമ്പിളിച്ചാൽ സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി രമണീയമായ ഒരു കൊച്ചു ഗ്രാമമാണിത്. കിഴക്ക് ഇരുമ്പ് പാലവും പടിഞ്ഞാറ് മാമലക്കണ്ടവും അതിർത്തി പങ്കിടുന്നു. ഈ പ്രദേശത്തെ സർക്കാർ വിദ്യാലയമായ ഗവൺമെൻറ് LP സ്കൂൾ പഴമ്പിളിച്ചാൽ 1999 സ്ഥാപിതമായത്. ഒരു കുടിയേറ്റ ഗ്രാമമായ ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് 5500 കിലോമീറ്റർ ഉയരത്തിൽ വനപ്രദേശങ്ങളാലും നീർച്ചാലുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമാണ് ഞങ്ങളുടെ നാട്. ഇവിടുത്തെ ആളുകൾ പ്രധാനമായും കർഷകരാണ്. കലയിലും കരകൗശല വിദ്യകളിലും ഞങ്ങൾ കഴിവ് തെളിയിച്ചവരാണ്. ഗതാഗത സംവിധാനങ്ങൾ കുറവായതിനാൽ പുറം ലോകവുമായി അധികം ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. 500 താഴെ മാത്രം ജനസംഖ്യയുള്ള ഈ പ്രദേശത്തെ ഞങ്ങളുടെ ഈ വിദ്യാലയം പഠന നിലവാരത്തിലും കലാ കായിക പ്രവൃത്തി പരിചയശാസ്ത്ര മേഖലകളിലും ജില്ലയിലെ മറ്റു സ്കൂളുകൾക്ക് ഒപ്പമുണ്ട് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇതളുകൾ പരിപാടി ആസ്വദിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പഴമ്പിളിച്ചാൽ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ആശംസകൾ. ബാല്യത്തെക്കുറിച്ചുള്ള മനോഹരമായ സംഘഗാനവുമായി അലോണ, അമിൽ, ബിബിയ, ബിബിൻ, അന്ന, കാതൻ, ആഗ്നേയ, ശൈലജ്, അവാന്യ, വിനോദ്. ലാ 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 വിരുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ, നിറങ്ങൾ പിരിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരു നീട്ടും ശ്രീരാഗം. വിരുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ, നിറങ്ങൾ പിരിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരു നീട്ടും ശ്രീരാഗം. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചുടാനിഷ്ടം, കിളികളെ മാടി വിളിക്കാനൊത്തിരി നൂറിഷ്ടം, കിളി പോൽ പാറാനിഷ്ടം, കളിച്ചിരി കൂടാനിഷ്ടം, കഥകൾ കേട്ടു വളരാനെന്തെന്തിഷ്ടം, എന്തെന്തിഷ്ടം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ, നിറങ്ങൾ പിരിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരു മീട്ടും ശ്രീരാഗം. തന്നന താനന തന്നന താനന തന്നന താനന 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 താന താന താന. മുത്തശ്ശി കഥകൾ പോയി, കഥകൾ പോയി പോയി, മൂവാണ്ടൻ മാവും പോയി, മാവും പോയി പോയി. മുത്തശ്ശി കഥകൾ പോയി, മൂവാണ്ടൻ മാവും പോയി, മുറ്റങ്ങളില്ലാതായി, മരം പെയ്യാതായി, ബാല്യം ഞങ്ങൾക്കെന്നും നോവും മുള്ളായി, വേനൽ പൂവായി. വിരുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ, നിറങ്ങൾ പിരിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരു നീട്ടും ശ്രീരാഗം. മുത്താറും കുന്നും പോയി, മുക്കുറ്റി കാടും പോയി, മഴമുകിലില്ലാതായി, മാനം പെയ്യാതായി. മുത്താരം കുന്നും പോയി, മുക്കുറ്റി കാടും പോയി, മഴമുകിലില്ലാതായി, മാനം പെയ്യാതായി. സ്നേഹം പെയ്യും ഗ്രാമം എങ്ങോ മാഞ്ഞു പോയി, എങ്ങോ യാത്ര പോയി. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ, നിറങ്ങൾ പിരിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരു നീട്ടും ശ്രീരാഗം.
റിപ്പബ്ലിക് ദിന സന്ദേശവുമായി പീറ്റർ ജി മാത്യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും 77ാം റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ദരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ദേശസ്നേഹം വിദ്യാർത്ഥികളിൽ എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. സ്നേഹമാണ് അഗ്രസാരമൊഴിയിൽ. സുഹൃത്തുക്കളെ, എന്താണ് ഈ ദേശസ്നേഹം? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരരാണെന്ന് നേറ്റി ചൊല്ലുമ്പോഴോ, സവിശേഷ ദിവസങ്ങളിൽ മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് മുദ്രാവാക്യങ്ങൾ വിളിച്ച് പറയുമ്പോഴോ ഒരാൾ ദേശസ്നേഹിയാവുന്നില്ല. സ്നേഹമെന്ന അടിസ്ഥാന വികാരമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ദേശസ്നേഹികളാവാൻ കഴിയൂ. നാം ജീവിക്കുന്ന നമ്മുടെ സമൂഹം, അതിൻ്റെ പാരമ്പര്യം, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ ഉള്ള ഓരോരുത്തരുടെയും ഭക്തിയാണ് ദേശസ്നേഹം. ഇതിൽ ജാതി, മതം, വർഗം, വർണ്ണം, ദേശം, രാഷ്ട്രീയം, ഭാഷ തുടങ്ങിയ യാതൊരു ചിന്തകളും പാടില്ല. ഏതൊരു രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്ക് കാരണം ദേശസ്നേഹികളായ പൗരന്മാരാണ്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഝാൻസി റാണി, ലാൽ പാൽ ബാൽ തുടങ്ങിയ അനേകം പേരെ സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷങ്ങൾക്ക് ശേഷവും നാം ഓർമ്മിക്കുന്നുവെങ്കിൽ അവർ നടത്തിയ പോരാട്ട വീര്യവും ജീവത്യാഗവും എത്രമാത്രം വിലപ്പെട്ടതെന്ന് നാം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് നമ്മിൽ ദേശസ്നേഹം വളരുന്നത്? ഏതൊരു നല്ല ശീലങ്ങളുടെയും ഉറവിടം കുടുംബമാണല്ലോ. കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മിൽ ദേശസ്നേഹം വളരുന്നത്. കുടുംബത്തിലെ മുതിർന്നവരെയും സഹോദരങ്ങളെയും ബഹുമാനിക്കാനും അനുസരിക്കാനും കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ തൻ്റെ സ്കൂളിലെ സഹപാഠികളെയും അധ്യാപകരെയും ബഹുമാനിക്കാനും അനുസരിക്കാനും കഴിയൂ. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ നാം ചില നല്ല ശീലങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും ആദരിക്കുക. 2 ലഹരി ചെറുക്കുക. 3 പൊതുമുതൽ സംരക്ഷിക്കുക. 4 യുദ്ധത്തെ ചെറുക്കുവാനും ശത്രുക്കളെ നിർഭയമാക്കുവാനും സൈനിക സേവനത്തിലൂടെ കഴിയുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ജനനി ജന്മഭൂമിച്ച സ്വർഗാദപി ഗരിയസി. അതെ, ജന്മഭൂമി ജനനിയാണ്, അത് സ്വർഗത്തേക്കാൾ മികച്ചതാണ്. മഹാത്മാജി പറഞ്ഞതുപോലെ നമ്മളിൽ ഒരുവൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നതിലായിരിക്കണം ദേശസ്നേഹിയുടെ ഒന്നാമത്തെ കടമ. ഇന്ന് പുസ്തകസഞ്ചി ഏന്തുന്ന കൈകൾ നാളെ ഭരണചക്രം തിരിക്കേണ്ടവരാണെന്ന ബോധ്യം ഓരോ വിദ്യാർത്ഥികളിലും ഉണ്ടായിരിക്കണം. പോകാനിരിക്കേണ്ട ദൂരം, നേടാനിരിക്കേണ്ട രാജ്യം എന്ന ഉത്തമ ബോധ്യത്തോടെ ദേശസ്നേഹികളായി വളർന്നു വരാമെന്ന ദൃഢപ്രതിജ്ഞയോടെ ഞാൻ പിൻവാങ്ങുന്നു. അടുത്തതായി ഇംഗ്ലീഷ് അഭിനയ ഗാനവുമായി ആവണി വിനോദ്. Today I am going to do an action song, Happy Child. La la la, I'm so happy, oh so happy, sing with me. La la la, I'm so happy, oh so happy, sing with me. Clap, clap, clap your hands. Clap, clap, clap your hands. Stamp, stamp, stamp your feet. Stamp, stamp, stamp your feet. Swing, swing, swing your arms. Swing, swing, swing your arms. Dance everybody and sing with me. Dance everybody and sing with me. La la la, I'm so happy, oh so happy, sing with me. Jump, jump, jump around. Jump, jump, jump around. Touch the sky and touch the ground. Touch the sky and touch the ground. Shake, shake, shake your hips. I song and it goes like this. La la la, I'm so happy,
are so happy. Sing with me. La la la. I'm so happy. Oh, so happy. Sing with me. നാടൻ പാട്ടിൻ്റെ ഈരടിയുമായി എത്തുന്നു ആത്മീയ, പീറ്റർ, ബിബിയ, അലോണ, അഭിനന്ദ്, അന്ന. ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല, ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല, എന്ത് ചോടാണ് ചോടും കെട്ടി പോകണത്, എന്ത് ചോടാണ് ചോടും കെട്ടി പോകണത്, തേങ്ങാ ചോടാണ് ചോടും കെട്ടി പോകണത്, തേങ്ങാ ചോടാണ് ചോടും കെട്ടി പോകണത്, ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല, ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല, എന്ത് ചോടാണ് ചോടും കെട്ടി പോകണത്, എന്ത് ചോടാണ് ചോടും കെട്ടി പോകണത്, അടയ്ക്കച്ചോടാണ് ചോടും കെട്ടി പോകണത്, അടയ്ക്കച്ചോടാണ് ചോടും കെട്ടി പോകണത്, ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല, ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല, എന്ത് ചോടാണ് ചോടും കെട്ടി പോകണത്, എന്ത് ചോടാണ് ചോടും കെട്ടി പോകണത്, ചക്കച്ചോടാണ് ചോടും കെട്ടി പോകണത്, ചക്കച്ചോടാണ് ചോടും കെട്ടി പോകണത്, ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല, ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല, എന്ത് ചോടാണ് ചോടും കെട്ടി പോകണത്, എന്ത് ചോടാണ് ചോടും കെട്ടി പോകണത്, വാഴക്കച്ചോടാണ് ചോടും കെട്ടി പോകണത്, വാഴക്കച്ചോടാണ് ചോടും കെട്ടി പോകണത്, ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല, ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല, എന്ത് ചോടാണ് ചോടും കെട്ടി പോകണത്, എന്ത് ചോടാണ് ചോടും കെട്ടി പോകണത്, പുല്ലിൻ ചോടാണ് ചോടും കെട്ടി പോകണത്, പുല്ലിൻ ചോടാണ് ചോടും കെട്ടി പോകണത്, ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല, ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കാലില്ലാത്ത പന്തൽ. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? ആകാശം. അപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ് LP സ്കൂൾ പഴമ്പള്ളി ചാനലിലെ കൂട്ടുകാരുടെ പരിപാടികൾ ഇവിടെ തീരണില്ല കേട്ടോ. ഇതിൻ്റെ 2ാം ഭാഗം അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:35 ഇതളുകളിൽ കേൾക്കാം കേട്ടോ. ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പോൾ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചേച്ചിനെ എഴുതി അറിയിക്കണം. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എഴുതിക്കോട്ടോ. സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം 685613. ഒന്നുകൂടി പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം 685613. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട കേട്ടോ. അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഷാൻചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.